കായംകുളത്തെ പ്രതിഭയുടെ തോൽവിക്ക് പിന്നാലെ CPIM-ൽ പൊട്ടിത്തെറി. പ്രതിഭയുടെ തോൽവി വർഷങ്ങളായി നേതാക്കൾ കാത്തുവച്ച പ്രതികാരം എന്ന വിമർശനം. സമൂഹ മാധ്യമങ്ങൾ ഗ്രൂപ്പുകളിലായിട്ടാണ് നേതൃത്വത്തിനെതിരായ വിമർശനം ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പേര് പറഞ്ഞാണ് വിമർശനം. CPIM കോട്ടയായ പത്തിയൂരിൽ മാത്രം 5000 വോട്ടുകളാണ് ചോർന്നത്. ഏരിയ കമ്മിറ്റിയിലെ 2 പേർ ഒഴികെയുള്ളവർ തോൽവിക്ക് പിന്നിലെന്നും സമൂഹമാധ്യമ കുറിപ്പുകൾ. വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ, പ്രതിഭയും കായംകുളത്തെ തന്നെയുള്ള ആലപ്പുഴയിലെ തന്നെയുള്ള പല നേതാക്കളും CPM-ലെ നേതാക്കളും തമ്മിൽ പല കാലങ്ങളായി വലിയ അഭിപ്രായ ഭിന്നതകളായിരുന്നല്ലോ നിലനിന്നിരുന്നത്. ആ ഘട്ടത്തിൽ നിലവിലൊരു തോൽവി കൂടി പിണഞ്ഞിരിക്കുന്നു പ്രതിഭയ്ക്ക്. അങ്ങനെ വരുമ്പോൾ ഈ വിമർശനത്തിന് വലിയ പ്രസക്തിയുണ്ട്, വലിയ ചർച്ചയാകുന്ന ഒരു കാര്യം കൂടിയാണല്ലോ ഇത്. CPM-ന്റെ തന്നെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ വോട്ട് കുറഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായും ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്ക് ഇപ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ ആരുടെ പോസ്റ്റാണിത്? ആ പോസ്റ്റിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ആരുടെയൊക്കെ പേരുകളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്? കായംകുളം CPM-ന്റെ ഒരു കോട്ടയായി കുറെ കാലമായി കണ്ടുവരികയായിരുന്നു. അതിനിടയിലാണ് കായംകുളത്ത് പ്രതിഭയും CPM-ലെ പഴയ നേതാക്കന്മാരടക്കം അല്ലെങ്കിൽ തലമുതിർന്ന നേതാക്കന്മാരടക്കമുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നുള്ളൂ. അത് കഴിഞ്ഞ വട്ടവും ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വട്ടം പ്രതിഭ ജയിക്കുകയായിരുന്നു. 6000 പരം വോട്ടുകളാണ് അന്ന് നേടിയതെങ്കിൽ ഇപ്പോൾ പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത തോൽവിയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് സംഭവിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പ്രതിഭ പലതരത്തിലുള്ള പരാതികൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർ തനിക്ക് വേണ്ടി ഊർജിതമായിട്ട് പ്രവർത്തിക്കുന്നില്ല ഒന്ന്. മറ്റൊന്ന്, തന്റെ പേരിലുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ നോട്ടീസുകളോ കൃത്യമായി വീടുകളിൽ എത്തിക്കുന്നില്ല, ഫ്ലെക്സുകളോ പോസ്റ്ററുകളോ ഒന്നും കാര്യമായി ഒട്ടിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പരാതികൾ പ്രതിഭയുടെ ഭാഗത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നതാണ് പത്തിയൂരും ചെട്ടിക്കുളങ്ങരയും പോലുള്ള ഭാഗങ്ങളിൽ പ്രതിഭയ്ക്ക് വോട്ട് കുറഞ്ഞു എന്നത്. അവിടങ്ങളിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായി കാലങ്ങളായി കണക്കാക്കിയിരുന്ന ഇടങ്ങളാണ് ഈ പത്തിയൂരും ചെട്ടിക്കുളങ്ങരയും പോലുള്ള പ്രദേശങ്ങളെന്നെല്ലാം. 5000-ഓളം CPM വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നൊരു ആരോപണം പ്രതിഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭാ പരിധിയിൽ 8000 വോട്ടിന് LDF പുറകിലായി. പ്രതിഭയെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം CPM നേതാക്കൾ ശ്രമിച്ചിരുന്നെന്നും, പ്രത്യേകിച്ചും ഈ പ്രതിഭ അല്ലെങ്കിൽ ടേം വ്യവസ്ഥയൊക്കെ ഉണ്ട് എങ്കിൽ പ്രതിഭ പുറത്തു പോകുമെന്നും പകരം മറ്റു നേതാവ് അവിടെ മത്സരത്തിനെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ടേം വ്യവസ്ഥയിലെല്ലാം ഇളവ് നൽകി പ്രതിഭയെ വീണ്ടും അവിടെ നിർത്തുകയായിരുന്നു. ഏരിയ കമ്മിറ്റിയിലെ 2 പേർ ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഈ തോൽവിക്ക് പിന്നിലുണ്ട് എന്നും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകളിൽ അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.